ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായന ഭാഗം ലേവ്യ പുസ്തകം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 1 വാക്യം. അകമ്പടി നായകനായ പോത്തിഫർ എന്ന ഒരു മിസ്രയീമ്യൻ അവനെ വിലയ്ക്കു വാങ്ങി. ഫറവോ രാജാവിൻ്റെ കാവൽപ്പടയിലെ ഒരു പ്രധാനിയായിരുന്നു പോത്തിഫർ. ഇദ്ദേഹം മിസ്രയീമ്യനായ ഒരു യജമാനനും ആയിരുന്നു. ഈജിപ്ഷ്യൻ രാജാവിൻ്റെ സേനാനായകൻ ആയിരുന്നു പോത്തിഫർ. 10 സഹോദരന്മാർ ചേർന്ന് 20 വെള്ളിക്കാശിന് ഇശ്മായേല്യർക്ക് വിറ്റ യോസെഫിനെ ഇശ്മായേല്യരുടെ കയ്യിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയത് ഈ പോത്തിഫർ ആയിരുന്നു. അടിമയായിട്ടായിരുന്നു യോസെഫിനെ ഇശ്മായേല്യർ വിറ്റതും പോത്തിഫർ വിലയ്ക്ക് വാങ്ങിയതും. വേതനമോ സ്വാതന്ത്ര്യമോ ഇല്ലാതെ മറ്റൊരാൾക്കു വേണ്ടി കഠിനമായി പണി ചെയ്യുവാൻ നിർബന്ധിതനാകുന്ന വ്യക്തിയാണ് അടിമ. അടിമ എന്നത് ഒരാളുടെ സ്വകാര്യ സ്വത്തായിരുന്നു. എന്നാൽ ഇവിടെ പോത്തിഫർ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന യോസെഫിൽ ആകൃഷ്ടനാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പോത്തിഫർ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ഈ പകൽക്കാലം ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായി, മറ്റുള്ളവയേക്കാൾ കൂടുതൽ മൂല്യം ദാസനിൽ ദർശിച്ചു. ദാസൻ അഥവാ അടിമ ആരാണെന്ന് നമ്മൾ കണ്ടതാണ്. എന്നാൽ മറ്റുള്ളവയേക്കാൾ മൂല്യം തൻ്റെ ദാസനിൽ കാണുവാൻ പോത്തിഫറിന് സാധിച്ചു. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 25 നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്: ഗിലെയാദിൽ നിന്നും ഇശ്മായേല്യരുടെ യാത്രാക്കൂട്ടം വന്നപ്പോൾ അവരുടെ കയ്യിൽ സാമ്പ്രാണിയും സുഗന്ധ പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രയീമിലേക്ക് കൊണ്ടുവന്നു. ഈ കൂട്ടത്തിലാണ് 20 വെള്ളിക്കാശിന് അവർ മേടിച്ച അടിമയായ യോസേഫും ഉണ്ടായിരുന്നത്. പൗരാണികർ അതത് പ്രകൃതി വിഭവത്തിൻ്റെ ഗുണവിശേഷം തിരിച്ചറിഞ്ഞ് അവയെ മനുഷ്യജീവിതം സമ്പുഷ്ടമാക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു. ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ല, ആഹാരം രുചികരമാക്കുന്നതിന് ഉപയോഗിക്കുന്ന വ്യഞ്ജനങ്ങൾ, ശരീരത്തിൽ ലേപനം ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ, തൈലം, ഔഷധങ്ങൾ, സൗരഭ്യവാസന പരത്തുന്ന സുഗന്ധവർഗ്ഗങ്ങൾ എന്നിവയെല്ലാം അവർ പ്രകൃതിയിൽ നിന്ന് തന്നെ വേർതിരിച്ച് എടുത്തിരുന്നു. അത്രയും മൂല്യമായ വസ്തുക്കളായിരുന്നു വിപണനത്തിനായി ഇശ്മായേല്യർ കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇവയിൽ നിന്നെല്ലാം പോത്തിഫർ മൂല്യമുള്ളതായി കണ്ടത് ദാസനായ യോസേഫിൽ ആയിരുന്നു. അതിനാലാണ് സുഗന്ധവർഗ്ഗങ്ങൾ വാങ്ങുന്നതിനേക്കാൾ പ്രാധാന്യം തനിക്ക് ഈ ഒരു ദാസനെ വാങ്ങുന്നതിനായി അദ്ദേഹം മനസ്സ് കാണിച്ചത്. അങ്ങനെയെങ്കിൽ ഇത്രയധികം സുഗന്ധ വസ്തുക്കൾക്കിടയിൽ നിന്നും അദ്ദേഹം മേടിക്കുന്നത് ഈ ഒരു യോസെഫ് എന്ന പേരുള്ള മനുഷ്യനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്രകാരം പറഞ്ഞത്: മറ്റുള്ളവയേക്കാൾ കൂടുതൽ മൂല്യം പോത്തിഫർ തൻ്റെ ദാസനിൽ ദർശിച്ചു എന്ന്. രണ്ടാമതായിട്ട്, തനിക്കുള്ളവയെല്ലാം ദാസന് കൈമാറി. തൻ്റെ ദാസൻ്റെ ശ്രേഷ്ഠ ഗുണങ്ങൾ മനസ്സിലാക്കുവാൻ പോത്തിഫറിന് സാധിച്ചു. താൻ വിലയ്ക്ക് മേടിച്ചത് വെറും ഒരു ദാസനല്ല എന്ന സത്യം പോത്തിഫർ മനസ്സിലാക്കി. യഹോവ തന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനൻ്റെ വീട്ടിൽ പാർത്തു. യഹോവ തൻ്റെ ദാസനോട് കൂടെ ഉള്ളതുകൊണ്ടാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയം വരിക്കുന്നതെന്ന് പോത്തിഫറിന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതായിട്ട് നമുക്ക് ആ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ തൻ്റെ വീട്ടിലുള്ളതിനൊക്കെയും തൻ്റെ ദാസനായ യോസെഫിനെ ഗൃഹവിചാരകനാക്കിയത് മുതൽ യഹോവ മിസ്രയീമ്യനായ പോത്തിഫറിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും ഉള്ള സകലത്തിൻ്റെയും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. ഇത്തരത്തിൽ ദാസൻ മൂലം അനുഗ്രഹം പ്രാപിക്കുവാൻ യജമാനനായ പോത്തിഫറിന് സാധിച്ചു. എന്തിനേക്കാളും ഉപരിയായി അവനിലെ ദൈവിക ചൈതന്യം മനസ്സിലാക്കുവാൻ രാജാവിൻ്റെ സേനാനായകനായ പോത്തിഫറിന് സാധിച്ചു. വിലപിടിപ്പുള്ള സാധനങ്ങളെക്കാൾ പ്രാധാന്യം യോസെഫിന് നൽകിയപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആകമാനം അനുഗ്രഹങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ തൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുവാനും അവനിലെ ഈശ്വര ചൈതന്യം അനുഭവിച്ചറിയുവാനും യജമാനനായ പോത്തിഫറിന് സാധിച്ചു.
അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: പ്രിയ കർത്താവേ, മറ്റുള്ളവരിലെ മൂല്യം മനസ്സിലാക്കുവാനും അതിലൂടെ ദൈവിക അനുഗ്രഹത്തിന് യോഗ്യരാകുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.